ഇന്നൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ്. ഇത് 2 മീഡിയം സൈസ് ബ്രസ്റ്റ് പീസാണ്. അതൊരു 750 ഗ്രാം ഉണ്ടാവുമായിരിക്കും. അതിനാവശ്യമുള്ള സാധനങ്ങൾ: മല്ലിപ്പൊടി ഒരു സ്പൂണ്, 1.5 സ്പൂണുണ്ട്. മുളക് പൊടി 2 സ്പൂണ്, ഗരം മസാല 1 സ്പൂണ്, 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിന്, ഒരു 2 വലിയ പീസ് ഇഞ്ചിയും 3-4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില, 2 പുതിന ഇല, കുറച്ച് നാരങ്ങാ നീരിന് വേണ്ടിയിട്ട്, പിന്നെ ഉപ്പ്, പിന്നെ സോയ സോസ്, തക്കാളി സോസ്. ഇനി ഈ എടുത്തു വെച്ച സാധനങ്ങളെല്ലാം കൂടെ ഞാൻ ഒന്ന് മിക്സിയിൽ ഒതുക്കിയെടുക്കാൻ പോവാണ്. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്, ഒതുക്കിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ ചിക്കനിലേക്ക് ഇടാം. നന്നായിട്ട് ഇറക്കി വെക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തക്കാളി സോസും സോയ സോസും കൂടെ മിക്സ് ചെയ്ത് വയ്ക്കുക. ഇത് ഒരു അരമണിക്കൂറെങ്കിലും ഇതുപോലെ പെരക്കി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. സമയമില്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും വെക്കുക. ഇങ്ങനെ ഞാനിവിടെ ഇപ്പം രാത്രിയാണ്, അതുകൊണ്ട് ഞാനിത് രാത്രി മുഴുവൻ ഇത് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കാൻ പോവാണ്. അപ്പോൾ സമയമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ലാത്തവർക്ക് എളുപ്പത്തിലും ഉണ്ടാക്കാം. ഞാനിത് ക്ലീൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് വെക്കുകയാണ്, ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. നാളെ ഇത് വറക്കുമ്പോൾ ബാക്കിയുള്ളത് പറഞ്ഞു തരാം. ഇന്നലെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇന്ന് വറക്കാൻ പോവാണ്. പാനിൽ വെച്ചിട്ട് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിക്കരുത് കേട്ടോ, ബാക്കി വേറെ ഏതെങ്കിലും എണ്ണ ഉപയോഗിച്ചാൽ മതി. അതിലേക്ക് കുറച്ച് എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് പെരുംജീരകം, കുറച്ച് കറിവേപ്പില, ഒന്ന് നല്ലോണം സോട്ട് ചെയ്യുക. കറിവേപ്പിലൊക്കെ പൊട്ടിത്തെറിക്കും, അതിൽ വെള്ളമുണ്ട്. കറിവേപ്പിലയിലെ വെള്ളമൊക്കെ വറ്റി നമ്മൾക്ക് ഇതിലേക്ക് ചിക്കൻ എടുത്തിടാം. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്.
നന്നായിട്ട് എല്ലാ മസാലയും അതിലിട്ട് നന്നായിട്ട് ആദ്യം നല്ല ചൂടിൽ വെക്കണം കേട്ടോ. കുറച്ചൊന്ന് എണ്ണ നന്നായി ചൂടായി ഒന്ന് ഇതായി വരുമ്പോൾ തീ കുറയ്ക്കുക. അതുവരെ നല്ല ചൂടിൽ വയ്ക്കുക. ഞാനിതൊന്ന് മൂടി വെക്കുകയാണ്, അതിലെ വെള്ളം ഇറങ്ങി ചിക്കൻ വേവുന്നത് വരെ. നമുക്ക് ചിക്കൻ തുറന്ന് നോക്കാം. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി എണ്ണ അങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് തീ കുറച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ചിക്കനൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് പകർത്താം. ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഞാനിത് ആദ്യം ഫ്രൈ ആണെന്നാണ് പറഞ്ഞത്, പക്ഷേ അത് ഡീപ്പ് ഫ്രൈ അല്ല. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിനകത്ത് നമ്മളിത് മാരിനേറ്റ് ചെയ്ത ചിക്കൻ വറുത്തെടുക്കുന്നു മാത്രം. പിന്നെ ഞാൻ പറഞ്ഞു വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതെന്ന്. അത് ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക വെളിച്ചെണ്ണയിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാനിത് ഈ ചിക്കൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ കുട്ടികളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, നിസാമിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അവന് ഹൈദരാബാദുകാരനാണ്, അവന് വെളിച്ചെണ്ണ ഇഷ്ടമല്ല. പിന്നെ ഇതൊന്ന് കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. കാരണം ഞാൻ വെജിറ്റേറിയനാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഡിഷ് എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ കഴിച്ചു നോക്കുന്നവർക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ കഴിച്ചു നോക്കി അഭിപ്രായം പറയുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. നന്ദി.